നമസ്കാരം. ഞാൻ പ്രൊഫസർ ഉമാദേവി. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് കത്തിരിക്ക വട. കത്തിരിക്ക കൊണ്ട് പല വിഭവങ്ങളും ഉണ്ടാക്കി കണ്ടിട്ടുണ്ട്. പക്ഷേ കത്തിരിക്ക വട അത്ര സാധാരണയല്ല. ഞാനതിന് ആവശ്യമുള്ള സാധനങ്ങൾ പറയാം. കത്തിരിക്ക ഒരെണ്ണം, തുവരപ്പരിപ്പ്, മുളക് പൊടി, ഉപ്പ്, ഗരം മസാല, കായം, ഇത്രയും മതി. പിന്നെ വറുക്കാൻ ആവശ്യത്തിനുള്ള എണ്ണ. ഈ തുവരപ്പരിപ്പ് വെള്ളത്തിലിട്ട് കുതിർത്ത് മിക്സിയിൽ അരച്ചെടുത്തതാണിത്. കത്തിരിക്ക ഒരെണ്ണം. ആവശ്യമുള്ള സാധനങ്ങൾ ഞാൻ പറഞ്ഞു. ഇനി ഈ കത്തിരിക്ക വെള്ളത്തിലിട്ട് കഴുകി ഒട്ടും ഈർപ്പമില്ലാതെ എടുക്കുക. എന്നിട്ട് അതിനെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്യുക. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് കട്ട് ചെയ്തിട്ട് വെള്ളത്തിലിടരുത്. ആദ്യമേ കഴുകി വൃത്തിയാക്കി ഈർപ്പം മാറിയിട്ട് വേണം കട്ട് ചെയ്യാൻ. കട്ട് ചെയ്തതിന് ശേഷം വെള്ളത്തിലിട്ടാൽ ആ വെള്ളത്തോടെ എടുത്ത് മസാല പുരട്ടുമ്പോഴത്തേക്കും അതിൽ മസാല പിടിക്കുകയില്ല. ഈ മസാലയ്ക്ക് വേണ്ടി ഞാനിവിടെ പരിപ്പ് അരച്ച് വച്ചിരിക്കുകയാണ്. അരച്ച് വച്ചിരിക്കുന്ന പരിപ്പിൽ ശകലം ഗരം മസാല, ഒരു 1/4 സ്പൂൺ ഉപ്പ്, ഒരു സ്പൂൺ മുളക് പൊടി, സ്വല്പ കായപ്പൊടി, ഇത്രയും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുക. അപ്പോൾ മുളക് പൊടിയും ഉപ്പും മസാലപ്പൊടിയും കായപ്പൊടിയും എല്ലാം കൂടി ഈ പരിപ്പ് അരഞ്ഞതിൽ നല്ലതുപോലെ ചേർന്ന് വരുന്നുണ്ട്. ഇത് നമ്മൾ ഈ കട്ട് ചെയ്ത് വച്ചിരിക്കുന്ന കത്തിരിക്കയിൽ ഒന്ന് നൈഫ് കൊണ്ട് ഒന്ന് തേച്ച് പിടിപ്പിക്കുക. ഇതുപോലെ തേച്ച് പിടിപ്പിക്കണം. വെള്ളത്തിൻ്റെ അംശം കത്തിരിക്ക കഷ്ണത്തിൻ്റെ അകത്ത് ഇല്ലെങ്കിൽ മാത്രമേ ഇതുപോലെ പതിഞ്ഞിരിക്കുകയുള്ളൂ. ഇനി ഒരു കഷ്ണം എടുത്ത് അതിലും ഇതുപോലെ തേക്കാം. കുട്ടികൾക്കൊക്കെ ഇത് ചെയ്യാൻ വലിയ ഇൻട്രസ്റ്റ് ആയിരിക്കും. അവർക്കും ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. ഇങ്ങനെ ചെയ്ത ഈ കത്തിരിക്ക വട നമുക്ക് ഫ്രൈയിങ് പാനിലിട്ട് പാൻ നല്ലതുപോലെ ചൂടായി. ഇനി വറുക്കാൻ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കുക. മതി. നല്ലതുപോലെ എണ്ണ തിളയ്ക്കുമ്പോൾ തീ കുറയ്ക്കണം. നല്ലതുപോലെ തിളച്ച് കഴിഞ്ഞു. ഇനി ഈ കത്തിരിക്ക വട ഓരോന്നായി ഈ ചൂടെണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം.
പൊരിഞ്ഞിട്ട് തിരിച്ചിട്ട് രണ്ട് വശവും അതുപോലെ മുരിഞ്ഞ് വരുമ്പോൾ അത് എടുക്കാവുന്നതാണ്. ഒരു വശം പൊരിഞ്ഞിട്ടുണ്ട്, അതിനെ തിരിച്ചിടുകയാണ്. ഇങ്ങനെ വളരെ രുചികരമായ കത്തിരിക്ക വട ഉണ്ടാക്കി. അങ്ങനെ കത്തിരിക്ക വട റെഡിയായി. ഇത് 4 മണി ചായയുടെ കൂടെ ഉപയോഗിക്കാം. ചിലരത് ഊണിൻ്റെ കൂടെ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ നല്ല സ്വാദിഷ്ടമായ ഒരു സ്നാക്കാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. പരീക്ഷിച്ച് നോക്കുക.